വിഷു വരുന്നുണ്ട്, വിഷു ആശംസകൾ. ഓക്കെ, വിഷു ആയിട്ടില്ലല്ലോ, പിന്നെ ഇപ്പൊ മന്ത്രി ആർക്കാണ് ഈ ആശംസ കൊടുക്കണേ? നല്ല അടിയാണ്. അടിയോ? ആർക്കെ അടി കിട്ടി? കുടനാടന് 3 പ്രാവശ്യമായി പേരടിക്ക് അടി കിട്ടുകയാണ്. പേരടിക്കൊക്കെ 3 വട്ടം കിട്ടിയ പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥ പറയാണ്ടോ? പൊളിഞ്ഞു. നല്ല പൊളിച്ചില് പൊളിഞ്ഞോ? പൊളിഞ്ഞെന്ന് മാത്രമല്ല, ഒടിഞ്ഞ് താഴോട്ട് പോവാണ്. അപ്പൊ ഒരു പൊടിയും ബാക്കി വെച്ചിട്ടില്ലേ? തകർന്ന് തരിപ്പടായിരിക്കുന്നു. എന്നിട്ട് എന്തേ മൂപ്പര് എന്തേ ചെയ്തേ? ഏത് ഗ്രൗണ്ടിലാണ് തള്ളിയിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അത്രക്ക് പ്രശ്നമായില്ലേ? പറഞ്ഞ മനസ്സിലായി? അല്ല, അടി കിട്ടിയെന്നൊക്കെ പറയണുണ്ട്. എന്തിനാ കിട്ടിയത്, എവിടുന്നാ കിട്ടിയത് എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മാത്യു കുഴൽനാടന് മാസപ്പടി കേസ് തിരിച്ചടിയായി. എന്നിട്ട് എവിടെ മൂപ്പരെവിടെ? വന്നിട്ടുണ്ടെങ്കിൽ പറയും എന്തേ പറ്റിയേ? വേണ്ട വിധത്തിൽ അങ്ങോട്ട് ഏറ്റില്ല അല്ലേ? അഴിമതി നടന്നു എന്ന് സംശയം തോന്നിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പാകെ, സംശയകരമായ സാഹചര്യങ്ങളാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ സംശയം മാത്രമേ ഉള്ളൂ അല്ലേ? അന്ന് പറഞ്ഞ രേഖയൊന്നുമില്ല അല്ലേ? ഇതാണ് ആ രേഖ. ഈ രേഖ മാത്രമേ ഉള്ളൂ, വേറെ രേഖയൊന്നും കിട്ടിയില്ല. തോൽവികളേറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. എനിക്ക് നന്നായി അറിയാം. അപ്പൊ ഇനി എവിടുന്നൊക്കെയാണ് തള്ളു കിട്ടിയത് എന്നാണ് പറയണത്. ഇതിന്റെ നാൾ വഴികൾ മനസ്സിലാക്കണം. തുടങ്ങിക്കോളിയും. എവിടുന്ന അതിന്റെ തുടക്കം? ആദ്യം ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് അദ്ദേഹം കേസ് കൊടുത്തത്, പേര് വെച്ചിട്ട്. അത് മൂവാറ്റുപുഴ കോടതി തള്ളി. മൂവാറ്റുപുഴന്ന് ആദ്യത്തെ തള്ളു കിട്ടി. പിന്നെ ഒരു വേഷപ്രച്ഛന്നനായി അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വേറൊരാളെ കൊണ്ട് കൊടുപ്പിച്ചു. അതായത് തള്ളു കിട്ടുകയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് പുറകിൽ നിന്ന് ഒന്ന് കൊടുത്തു നോക്കി. തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. തിരുവനന്തപുരത്ത് നിന്ന് രണ്ടാമത്തെ തള്ളും കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ വേഷപ്രച്ഛന്നനായി വന്ന കുഴൽനാടനാണുള്ളത്. പിന്നെ നേരിട്ട് തന്നെ തള്ളു വാങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അയാൾ നേരിട്ട് രംഗത്ത് വന്ന് തിരുവനന്തപുരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീൽ കൊടുത്തു, റിവിഷനാണ്. അങ്ങനെ മൂന്നാമത്തെ തള്ളും കിട്ടി. ഇപ്പൊ അതും തള്ളി. പക്ഷെ തള്ളു വാങ്ങാന് മൂപ്പര് ഇനി റെഡി അത്ര. ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല. അല്ല, അപ്പൊ നിരാശപ്പെടാന് നിങ്ങൾ മാത്രമേ ഉള്ളോ? അന്ന് പത്രസമ്മേളനമൊക്കെ നടത്തിയവരൊക്കെ എവിടെ? എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല. ഏയ്, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ അല്ലല്ലോ. ഇത് അതല്ല. ഇപ്പൊ കറക്റ്റ്. അല്ല, മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് അറിയാതിരിക്കാൻ വഴിയില്ലേ? അദ്ദേഹം ഈ കേസ് പഠിക്കാതിരിക്കില്ല. പഠിച്ചിരുന്നു, നല്ലോണം പഠിച്ച് പത്രസമ്മേളനം നടത്തി അതൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഈ 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് ഇല്ലീഗൽ ആയിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള മണി ട്രാൻസ്ഫർ ആണ് ഈ അക്കൗണ്ടിലേക്ക് നടന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോ മൂപ്പർക്ക് അതൊന്നും ഓർമ്മയില്ല അത്രേ. ഇത് അതല്ല. ഇനി ഇരുന്ന് പഠിക്കണത്രേ വല്ലതും പറയണമെങ്കിൽ. ഇപ്പൊ പറയുന്നത് ഇത് വിജിലൻസ് കേസാണോ അല്ല പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണോ, അതൊന്നും എനിക്കിപ്പോ അറിയില്ല. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, അത് ഇതല്ലത്രേ. ഇത് അതല്ല. എന്തൊരു അവകാശമാണ്. അപ്പൊ ഇതേപോലെ ഇനി തള്ളു കിട്ടാല്ലേ വേറെ വല്ല വഴി ഉണ്ടോ? പോരാട്ടം തുടരും. അപ്പൊ ഈ കിട്ടിയ തള്ളൊന്നും പോരാ അല്ലേ? അതൊരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ഒരു രോഗമാണ്. അതിന് നമ്മൾ അതിന് ചികിത്സയില്ല. ഇനിയും പോരാടാന് ഇപ്പൊ കിട്ടാത്ത രേഖക്ക് മാത്യു കുഴൽനാടന് എന്തൊക്കെ ചെയ്യുന്നു കാത്തിരുന്ന് കാണാം.